കടുകുമണി വ്യത്യാസമല്ലാണ്ട് പടച്ചോൻ വിചാരണ ചെയ്യും. അതുകൊണ്ട് അബൂ ത്വൽഹത്തുൽ അൻസാരി മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് വാവിട്ട് കരയാ. സഹാബാക്കൾ കയറി ചെന്ന് ചോദിച്ചു, അബൂ ത്വൽഹ എന്തിനാ കരയുന്നത്? മരണത്തെ പേടിച്ചിട്ടോ? അബൂ ത്വൽഹ പറഞ്ഞു, അല്ല, പിന്നെന്തിനാ അബൂ ത്വൽഹ കരഞ്ഞ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ പറഞ്ഞു, ദുനിയാവിന്റെ ഇത്രയും സൗകര്യങ്ങൾ തന്ന റബ്ബിനോട് ഞാൻ എന്ത് മറുപടി പറയും എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്റെ സങ്കടം. കയറി വന്ന സഹാബാക്കൾ ചോദിച്ചു, അബൂ ത്വൽഹ അതിനു മാത്രം എന്താ റബ്ബ് എനിക്ക് തന്ന്? മദീനയിലെ പട്ടിണി കിടക്കുന്ന സഹാബത്തിന്റെ കൂട്ടത്തിലാണ് നിന്നെ ഞങ്ങൾ കണ്ട്. പിന്നെ എന്താ അബൂ ത്വൽഹ എനിക്ക് പടച്ചോൻ കുറെ തന്നു പറയണേ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ പൊങ്ങാത്ത തളർന്നു പോയ കൈയെടുത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ഭാഗത്തേക്ക് സഹാബാക്കൾ ആർത്തിയോടെ നോക്കിയപ്പോ കണ്ടത് വക്ക് തുരുമ്പെടുത്തു പോയൊരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയൊരു തോൽപാത്രവും. ആ പാത്രം രണ്ടും ചൂണ്ടിയിട്ട് അബൂ ത്വൽഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മദീനത്തെ പള്ളിയിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എന്റെ ഹബീബായ റസൂൽ പോലും പട്ടിണി കിടക്കുമ്പോ കഴിക്കാൻ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് തന്ന നാഥനോട് അതിന്റെ കണക്ക് ഞാൻ പറയണ്ടേ എന്ന് ചിന്തിക്കുമ്പം, മദീനയിലെ പലർക്കും റബ്ബ് കൊടുക്കാത്തത് എനിക്ക് റബ്ബ് തന്നു എന്ന് ചിന്തിക്കുമ്പം, അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയുമെന്ന് ചിന്തിക്കുമ്പം എനിക്ക് സങ്കടം തോന്നുന്നു സഹാബത്തെ. കിട്ടിയ ഓരോന്നിനെ പറ്റിയും പടച്ചോൻ ചോദിക്കും. അത് ഭക്ഷണമായാലും വിളമ്പുന്ന പാത്രമാണെങ്കിൽ പോലും, അത് കുടുംബായാലും മക്കളായാലും മരുക്കളാണെങ്കിലും.